ഇന്ന് നമുക്ക് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഉപ്പുമാവിന് വേണ്ട കാര്യങ്ങൾ: ഉള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില. ഇതെല്ലാം നമ്മൾ എടുത്ത് വച്ചിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് വറുത്ത റവ. അപ്പോൾ റവ മേടിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ വറുത്ത റവ മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേടിച്ച് വറുത്ത് എടുക്കുക. ഇനി ഒരു കടായി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ അതുപോലെ ഒരു പാത്രം എടുത്ത് അത് ചൂടാക്കുക. പൊട്ടിക്കാനും വേണ്ടി, അതായത് ഉപ്പുമാവ്ക്ക് കുറച്ച് എണ്ണ വേണം. എണ്ണ ഒഴിച്ച് അതിനകത്ത് കടു പൊട്ടിക്കുക. അപ്പോൾ ബ്രാൻ ഓയിൽ, റൈസ് ബ്രാൻ ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ല ഓയിൽ എന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫൈൻഡിങ്സ്. കടു ഇട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് വറ്റൽമുളക് കൂടെ ഇടുക. വറ്റൽമുളകിട്ട് ഒന്ന് മൂക്കുമ്പോൾ ഈ ഇഞ്ചി ഇടുക, പച്ചമുളക് ഇടുക, കരിവേപ്പില ഇടുക. സോസ് വെച്ചില്ലെങ്കിൽ വീട്ടിൽ മണം ഇടുക. അതിൻ്റെ കൂട്ടത്തിൽ അതിട്ടൊന്ന് വഴറ്റുക. ഇത്തിരി ക്യാരറ്റിൻ്റെയും ഉള്ളിയുടെയൊക്കെ സൈസ് ഒത്തിരി വലുതായിട്ട് അതൊന്നും കുഴപ്പമില്ല, ഒക്കെ വന്നോളും. വെജിറ്റബിളല്ലേ, വേവാതെ ഇവിടെ പോകും. ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറച്ചിടുക. ഒന്ന് വേവുമ്പോൾ നമുക്ക് എത്രയാണോ റവ ഇടേണ്ടത് അത്രയും ആ റവയുടെ സൈസ് ഇരുന്ന കപ്പിൻ്റെ അളവിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഞാൻ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. അത്രയും വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ റവ നമ്മൾ ഇതിനകത്ത് ഇടണം. അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് അതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. കാരണം ക്യാരറ്റും ഒക്കെ ഒന്ന് വേവണമല്ലോ. വെള്ളം എത്ര എടുത്തോ അത്രയും റവ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇനി ഇടുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് ഉപ്പിടണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പിടാം. ഉപ്പിടണം, കാരണം വെള്ളത്തിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്ക് ഉപ്പ് ശരിക്കും ഒന്ന് എല്ലായിടവും എത്തും. ഇനി നമ്മൾ റവ ഇടുകയാണ്. അപ്പോൾ സർക്കുലറായിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ അത് എല്ലായിടത്തും ഒരുപോലെ വേവത്തില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. തീ കുറച്ചൊന്ന് കുറയ്ക്കുക. ലോ ഹീറ്റിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് വേവണം. വെന്ത് കഴിയുമ്പോൾ ഇത്തിരി നെയ്യ് ചുറ്റുവട്ടം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇത് നെയ്യാണ്. ഇതിനകത്ത് നട്ട്സ് ഇടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം.
അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ എളുപ്പത്തിൽ എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം, പ്രത്യേകിച്ചും ഇതുവരെ കുക്ക് ചെയ്തിട്ടില്ലാത്തവർക്ക് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി പറയുന്നത്. താങ്ക് യു.